കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർക്ക് ലഹരി മാഫിയുമായുള്ള ബന്ധത്തിൽ നടപടി. കരിപ്പൂർ മുൻ CI M അബ്ബാസ് അലിക്ക് സസ്പെൻഷൻ. ലഹരി മാഫിയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് സസ്പെൻഷൻ. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, എന്താണ് ഈ CIക്ക് ലഹരി മാഫിയുമായുള്ള ബന്ധം എന്നതാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത്? നടപടി എപ്പോഴാണ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉന്നത തലങ്ങളിൽ നിന്നൊരു സസ്പെൻഷൻ നടപടി കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ മുൻ SHO ആയിരുന്ന അബ്ബാസ് അലിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. മാധവ്, നമുക്കറിയാം മാസങ്ങൾക്ക് മുൻപായിരുന്നു കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്ത്, MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്ന മാഫിയ സംഘങ്ങളുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ട് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് 2025 കാലങ്ങളിലൊക്കെ തന്നെ കരിപ്പൂർ പോലീസ് SHO ആയിരുന്ന അബ്ബാസ് അലിക്കും ഈ ഒരു സംഭവത്തിൽ ബന്ധമുണ്ടെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് കൃത്യമായിട്ട് പരിശോധിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി കൂടി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പലതരത്തിലുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നേരത്തെ കരിപ്പൂരിലെ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികളെ പിടികൂടി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രശംസ ലഭിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ 2018 മുതൽ ശേഖരിച്ചു വരുന്ന ലഭിക്കുന്ന നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും 10 പവനിലധികം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. അപ്പോൾ വലിയ ആരോപണങ്ങൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് അവിടെയുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിലൊരു തുടരന്വേഷണം ഉണ്ടാക്കുമെന്നുള്ളത് SP അറിയിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, പരിശോധനയുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശേഷം ഇന്നിപ്പോൾ യൂത്ത് ലീഗ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. കനത്ത മഴയിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഈ ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം വേണം, ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ലഹരി മാഫിയ കൂട്ടുകെട്ടിന്റെ പേരിൽ പോലീസിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ CIക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്.